ചെക്കേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിന്നിവിടെ നിൽക്കുന്നത് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോ, നമ്മുടെ ബൈക്കിന്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ആ വീഡിയോ കിടിലനായിട്ട് വൈറലാവുന്നുണ്ട്. ഏകദേശം ഒരു 1200 1.2K അടുത്ത് വ്യൂസ് വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോക്ക്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ബൈക്ക് പ്രേമികൾക്കും വേണ്ടി നമ്മൾ പുതിയൊരു വീഡിയോ, നമ്മുടെ ബൈക്കിൻ്റെ തന്നെ ഒരു പുതിയൊരു വീഡിയോ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. കുറേ പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്തായിരുന്നു വണ്ടിയിൽ കിൽ സ്വിച്ച് എങ്ങനെ 100cc ബൈക്കിൽ എങ്ങനെ ഒരു കിൽ സ്വിച്ച് വെക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ കുറച്ച് വേറെ അധികം ഫീച്ചേഴ്സ് കൂടെ വരുത്തിയിട്ടുണ്ട്. അതായത് ഒരു കിടിലൻ പണി എൻ്റെ വണ്ടിക്ക് കിട്ടിയായിരുന്നു. അതായത് പെട്രോൾ ടാങ്കിന് ഒരു ഹോള് വീണായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു പെട്രോൾ ടാങ്ക് വെച്ചിട്ടുണ്ട്. അത് പുതിയെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഒരു അഗ്രികടയിൽ പോയി സെക്കൻഡ് ഹാൻഡ് എടുത്തത് പെയിന്റ് ചെയ്ത് രണ്ടാമത് റീസ്റ്റിക്കറൊക്കെ ചെയ്തെല്ലാം പക്കാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ താഴെ ആയിട്ട് നമ്മുടെ ഫ്യൂവൽ വരുന്ന എല്ലാ ഓസും അത് നമ്മൾ മാറ്റി ഗ്രീൻ കളർ ആക്കിയിട്ടുണ്ട്. അത് കാണിച്ചു തരാം. നമ്മളിത് ഈ ഓസുകൾ വണ്ടിയുടെ ഈ ഓസുകളൊക്കെ മാറ്റി നമ്മൾ ഗ്രീൻ കളർ ആക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇവിടുത്തെ സ്റ്റിക്കർ വർക്ക് ഫുള്ള് ടാങ്ക് കാണുമ്പോൾ തന്നെ പുതിയൊരു ടാങ്ക് പോലെ നമ്മൾ പെയിന്റ് ചെയ്ത് റീസ്റ്റിക്കറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. പിന്നെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കിൽ സ്വിച്ച് വെക്കുന്നുണ്ട് വണ്ടിയിൽ. ആ കിൽ സ്വിച്ച് എന്ന് പറയുന്നത് ഞാനിപ്പം സാധാ ഒരു കിൽ സ്വിച്ച്, അതായത് എഞ്ചിൻ ഓഫ് ചെയ്യുന്ന സ്വിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് ഈ 100cc ബൈക്കിൽ വെക്കാൻ പാടില്ലാത്തൊരു സാധനമാണ്. അതായത് വെക്കാൻ ആർക്കും അറിയത്തില്ല. 350cc വണ്ടികളിലൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കിൽ സ്വിച്ച് കാണുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ 100cc സ്പ്ലെൻഡറിൽ എങ്ങനെ നമുക്കൊരു കിൽ സ്വിച്ച് വെക്കാം എന്നൊക്കെയാണ് ഈ വീഡിയോയോട് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അതേ സമയങ്ങളുടെ നേരെ വീഡിയോയിലോട്ട് പോകും. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. നമ്മളിന്ന് കിൽ സ്വിച്ച് വെക്കാൻ പോകുന്നത് ഞാനിപ്പോൾ അത് എഞ്ചിൻ ഓഫ് ചെയ്യുന്ന സ്വിച്ചായിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കത് വേറൊരു രീതിയിൽ കൂടെ സെറ്റ് ചെയ്യാം. അതായത് വണ്ടിയിൽ നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ കാണാത്ത സ്ഥലങ്ങളിൽ ആ സ്വിച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് വെച്ചു. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വണ്ടി കൊണ്ട് വെച്ചു. എന്ത് ചെയ്തു, മിക്കവരും പേടിച്ചുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ വണ്ടി വെക്കുന്നത്. കാരണം ഞാൻ തിരിച്ചു വരുമ്പോഴും വണ്ടി കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്വിച്ച് എക്സ്ട്രാ നമ്മൾ ആ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ട സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി അവിടെ കൊണ്ട് വെച്ച് ഹാൻഡിൽ ലോക്ക് ചെയ്തതിന് ശേഷം ഈ സ്വിച്ച് ഓഫ് ചെയ്യുക. അതിനുശേഷം എന്തൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സമാധാനമായിട്ട് പോയിട്ട് വരാം. ഒരു കാരണവശാലും വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. നമ്മൾ ഇഗ്നിഷൻ കോയിലാണ് ഓഫ് ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും എഞ്ചിൻ്റെ അകത്തോട്ട് സ്പാർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്വിച്ച് നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ തന്നെ ആ സ്വിച്ച് ഓഫ് ചെയ്ത് എവിടെ വേണേലും നമുക്ക് വണ്ടി എവിടെ വെച്ചിട്ട് വേണേലും നമുക്ക് പോകാം. ഇപ്പോൾ ഇൻ കേസ് വണ്ടി ഹാൻഡിൽ ലോക്ക് ചെയ്യാതെ നമ്മൾ താക്കോൽ മാത്രം ഊരിയെടുത്തുകൊണ്ട് വേണം നമുക്ക് പോവാം. അപ്പോൾ നേരെ പോയി ആ വീഡിയോ ഒന്ന് കണ്ടിട്ടോ. I wanna be the best in the game, invest in my name, check no restraints, I'm obsessed with the pain, I ingest, I retain, assess and I change, possessed by the thought I'll be free one day from society's restraints, money, clout and fame, a disease, a plague, we all love to hate, have to play the game, have to make a name, all our insecurities are on display. This is war with the enemy, think that it was meant to be, living in a time where disease is on every screen, I won't let them fester me, I know most are festering, negativity is a plague for the mentally weak, no mercy, all I got is working, never stop searching, never quench the thirsty, I'm toxic and psychotic, with this logic, you can't stop it, it's been chronic, since I was a boy, so neurotic and chaotic, go! I'm built to last with the webs I'm weaving, I could change the past with all I'm achieving, got my foot on gas, never stop competing, if you break like glass, then this life's gonna eat 'em, make mistakes real fast, then you learn how to beat 'em, if you take off the cast, you can see all the healing, if the pain's in the past, move on from the grave and put your foot on the gas, no, never stop competing, yeah. I've been doing this, I'm on it, I just wanna be iconic, sipping on a gin and tonic, got me going off when I'm on this topic, yeah, if I ever play I want it, you know that I'm always honest, stay away from those who are toxic, keep them out your face, no way, you don't want them, yeah. Don't try to drain my energy, the enemy is everything, it's mentally, unhealthily, spreading like a rare disease, but I won't let it get to me, I don't need your therapy, I can leave a legacy of leading by intensity, come on, we can fight this, freedom is priceless, spread just like a virus, living in a crisis, do you feel courageous, do you seek greatness, trust me you can take it, go on and take your aim, yeah. I was built to last with the webs I'm weaving, I could change the past with all I'm achieving, got my foot on gas, never stop competing.
നിതീഷ് കോഹ്ലിൻ്റെ ആ കാണുന്ന പോയിന്റ് നിങ്ങൾക്ക് കാണാം, ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലേക്ക് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ തന്നെയായിരുന്നു നമ്മുടെ കയറി അങ്ങ് ക്ലിക്കായത്. അപ്പം ഇനിയും ഇങ്ങനെയുള്ള നല്ല അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുവരെ നമ്മുടെ ടെക്കാച്ചർ ഫാമിലിയിൽ ചേരാത്തവരാണെങ്കിൽ ദയവായി നമ്മുടെ ടെക്കാച്ചർ ഫാമിലി ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതായത് നമ്മുടെ വീഡിയോസ് കാണുന്ന മിക്കവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നല്ല അടിപൊളി വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമെന്ന ശുഭ പ്രതീക്ഷയിൽ ഗോവിന്ദ് സൈനിങ്